വറ്റക്കറി വെച്ചാലോ? നല്ല മുളക് ഇട്ട് വറ്റക്കറിയാണ്. അപ്പം ഞാൻ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഉലുവായിട്ട് കൊടുക്കാം. അതിന് ശേഷം കടുകും കൂടി ഇട്ട് കൊടുത്തേക്കാം കൂടെ. ഓരോന്നോരോന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നതായിട്ട് ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് തക്കാളിക്ക് ഇടുന്നുണ്ട് കേട്ടോ. തക്കാളിക്കും കൂടി ഇട്ടാണ് നമ്മൾ വറ്റിക്കുന്നത്, മുളകിട്ട് വറ്റിക്കാനായിട്ട്. പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. പുളി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, 2 കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറ്റിയെടുക്കാം. എണ്ണയിലിട്ട് ഒന്ന് വരട്ടിയതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു ശകലം പാകത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഉള്ളൊരു മിശ്രിതമാണിത്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് നല്ല ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മളിതിനെ ഈ വറ്റ ഓരോന്നോരോന്നായിട്ട് നല്ല വറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വറ്റ നല്ല കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വറ്റയാണ് ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് വറ്റ മുളകിട്ട് കുറച്ച് തക്കാളിക്കയും കൂടി ഇട്ട് വറ്റിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം സാധാരണ നമ്മൾ വറ്റ തേങ്ങ അരച്ച് വയ്ക്കാറുണ്ട്, അല്ലാതെയൊക്കെ വയ്ക്കാറുണ്ട്. ഇത് ഞാൻ വേറെ ഒരു ടൈപ്പിലാണ് വയ്ക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം വെള്ളം ചേർക്കേണ്ട കാര്യം ഉണ്ടാവില്ല. കുറച്ച് ഒത്തിരി വെള്ളം ഇല്ലാതെ വറ്റിച്ചെടുക്കാനായിട്ടാണ് മുളകിട്ട് വറ്റിച്ച്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇത് പൊടിയുപ്പാണ്, കല്ലുപ്പ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ കല്ലുപ്പാണ് ഇടാറുള്ളത്. ഇപ്പോൾ പൊടിയുപ്പാണ് ഇട്ടത്. അപ്പം ഇനി ഇതൊന്ന് വറ്റി വരട്ടെ കേട്ടോ. ഓക്കെ, അടിപൊളി വറ്റയാണ്. ഇട്ട് വറ്റിച്ച നമ്മുടെ വറ്റക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് കണ്ടോ, വറ്റ ഇന്നത്തെ ഊണ് കുശാലാണ്. നല്ല ടേസ്റ്റിയാണ്. നല്ല കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ വറ്റിച്ച്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.